ജോജൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ആന്തൂറിയാണ് കേട്ടോ. അപ്പോൾ ഈ കാണിക്കുന്ന റെഡ് വെറൈറ്റി ആന്തൂറിയം മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ നെറ്റ് പോട്ടാണ് നമ്മൾ പ്രത്യേകം എടുത്തു പറയുകയാണ്. നെറ്റ് പോട്ട് ആയിട്ടുള്ള നെറ്റ് പോട്ട് സൈസിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഈ കാണിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആന്തൂറിയം. നമ്മൾ കാണിച്ചിരിക്കുന്ന ആ റെഡ് കളർ ആന്തൂറിയം മാത്രമാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അത് ഇതുപോലെയാണ് കേട്ടോ. പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ ഞാനൊരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നോക്കാം കേട്ടോ. അത് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഞാനതിൻ്റെ പോട്ട് വീഡിയോ ഒന്ന് പതുക്കെ കയ്യിൽ നിന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനത് കറക്റ്റ് ആക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് റൂട്ട് എടുത്ത് അതിൽ നിന്ന് റൂട്ട് കാണിച്ചു തരാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. നോക്കിയാൽ നല്ല കോക്കോപ്പിറ്റിൽ പിടിപ്പിച്ച് വന്നിട്ടുള്ളതാണ്. നോക്കിയാൽ അതിനകത്ത് കാണുന്നുണ്ടോ, അത്രയും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെറ്റ് പോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 75 രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്. റെഡ് കളർ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. പ്രത്യേകം കളർ ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല. റെഡ് കളറിലുള്ള ഇത് നമ്മൾ ആ കാണിച്ച വീഡിയോയുടെ ബിഗിനിങ്ങിൽ കാണിച്ച തരത്തിലുള്ള വെറൈറ്റി ആ ഒരു മോഡലുള്ള ആന്തൂറി അതിൻ്റെ അത് വലുതായപ്പോൾ ഉള്ള പിക്കാണ് കേട്ടോ അത്. അപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറഞ്ഞ റേറ്റിൽ ആന്തൂറിയുണ്ടോ അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ സാധാരണ ബൊഗൺവില്ല ആണെങ്കിലും ഏത് വെറൈറ്റീസ് ആണ് നമ്മൾ കവർ സൈസിൽ കൊണ്ടുവരുന്നതുകൊണ്ട് അങ്ങനെ ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആന്തൂരം. അപ്പോൾ ഈ ആന്തൂരം കയ്യിൽ കിട്ടുന്നവർ ചെയ്യേണ്ടത് ആ നെറ്റ് പോട്ടോട് കൂടി തന്നെ നമ്മളിതിൻ്റെ പോട്ടിങ് പറയുമ്പോൾ നെറ്റിന് കയ്യിൽ കിട്ടുന്ന നെറ്റ് പോട്ടുണ്ടല്ലോ, ആ നെറ്റ് പോട്ടോട് കൂടി നമ്മളൊരു ചെറിയ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ കരി, ഓടിൻ്റെ കഷ്ണങ്ങൾ, പിന്നെ യൂസ് ചെയ്യേണ്ടത് ചകിരിച്ചോറ്, പെർലൈറ്റ്, അതുപോലെ പിന്നെയുള്ളത് ബേബി മെറ്റലോ അല്ലെങ്കിൽ മണലോ യൂസ് ചെയ്യാം. അപ്പോൾ കഴിയുന്നത്ര മണ്ണ് കുറയ്ക്കാനായിട്ട് വെച്ചാൽ മണൽ പോലുള്ള വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സ് കൊടുത്ത ശേഷം ഡയറക്റ്റ് നമ്മൾ ഈ കൊണ്ടുവരുന്ന നെറ്റ് പോട്ടോട് കൂടി അതിലേക്ക് ഇറക്കി വെച്ച് നല്ലപോലെ റൂട്ട് അതിലേക്ക് പിടിച്ച ശേഷം വേണമെങ്കിൽ നെറ്റ് പോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ മോസ്റ്റ് പ്രിക്കോഷൻ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെറ്റ് പോട്ടിൽ നിന്ന് റിമൂവ് ചെയ്യുക, ആ കോക്കോപ്പിറ്റ് സഹിതം ഇതുപോലെ നല്ലതായിട്ട് പെട്ടെന്ന് വെള്ളം വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടി മിക്സിലേക്ക് ഇറക്കി വയ്ക്കുക. ഒരു മാസത്തിന് ശേഷം നല്ലപോലെ റൂട്ടൊക്കെ ഇപ്പോൾ അങ്ങനെ നമ്മളൊന്ന് പോട്ട് ചെയ്തൊരു കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പ്ലാന്റ് അവിടെ പിടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ പതുക്കെ NPK പോലുള്ള ഡൈലൂട്ടഡ് ആയിട്ടുള്ള വളങ്ങൾ അതായത് നാനോ വളങ്ങൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിനകത്തേക്ക്. എന്നിട്ടത് നല്ലപോലെ വെൽ റൂട്ടഡായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വളങ്ങൾ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയാകും. ഒന്നുകൂടി ഒന്ന് റീപോർട്ട് ചെയ്യുകയോ. അപ്പോൾ ഇത് നല്ലപോലെ നമ്മൾ വീഡിയോയിലെ ബിഗിനിങ് കാണിച്ച തരത്തിലുള്ള ആ ഒരു സൈസിലേക്ക് എത്തുമ്പോഴേ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ ഈ പ്ലാന്റിനകത്ത്. പിന്നെ ഞാൻ ഇതിനകത്ത് നമ്മൾ സിൻസിയറായിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ ഈ വന്ന ഒരു നെറ്റ് പോട്ടിനകത്ത് ഒരു പ്ലാന്റിനകത്ത് ഞാനിപ്പോൾ ഏത് പ്ലാന്റാണെന്ന് ഇതിൽ ഓർക്കുന്നില്ല. അന്ന് കിട്ടിയ സമയത്ത് നോക്കിയപ്പോൾ അതിനകത്ത് ചെറുതായിട്ടൊരു ഒരെണ്ണത്തിൽ പതുക്കെ ഒരു അതിൻ്റെ ഒരു ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നേ. അതിന് അതിൻ്റെ ആ സ്പൈക്കൊക്കെ ആയിട്ട് ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ നമ്മളെല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഈ നെറ്റ് പോട്ടോട് കൂടി തന്നെ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവരെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്തൂറിയം നമുക്കറിയാം. നമ്മുടെ കയ്യിൽ ആന്തൂറിയം മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ ഫിലോഡെൻഡ്രോൺ വെറൈറ്റീസ്, അതായത് നമ്മുടെ വൈറ്റ് പ്രിൻസസ്, ബ്ലാക്ക് പ്രിൻസസ് അല്ല, പിങ്ക് പ്രിൻസസ്, വൈറ്റ് പ്രിൻസ്, ബ്ലാക്ക് കർദിനാൽ, ചെറി റെഡ്, കാരമൽ, അതുപോലെ തന്നെ സൻസവേരിയയുടെ വെറൈറ്റികൾ, ഇതൊക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ പുറകെ വരുന്നതായിരിക്കുമേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നെറ്റ് പോട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന പ്ലാന്റ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഇത് മെച്ചുവേർഡായി കഴിയുമ്പോൾ ഈ ഒരു സൈസിലായിരിക്കും. ഇതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് ഈ രീതിയിലുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ ബൾക്കായിട്ടൊക്കെ ഒരു 75 രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ആർക്കെങ്കിലും കുറച്ചൊരു 10 പ്ലാന്റൊക്കെ ആവശ്യമുണ്ട്, ചിലപ്പോൾ ഒരുമിച്ച് ഒരേപോലെ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് ഇൻഡോറിലൊക്കെ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർ പറയുവാണെങ്കിൽ നമ്മളതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പ്ലാന്റിൻ്റെ റേറ്റിൽ നമ്മൾ
ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഇൻഡോറിൽ കുറച്ച് നാളേക്ക് മഴയൊന്നും നനയാതെയൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാവർക്കും ഏകദേശം ആന്തൂറിയം എങ്ങനെ പോട്ട് ചെയ്യാമെന്നുള്ളതും അതിൻ്റെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റിൻ്റെ സൈസ് എങ്ങനെയാണെന്നും കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി പ്ലാൻസ് ആവശ്യമുള്ളവർ. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു എവരി വൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.